വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് മരിച്ചു. പരിശുദ്ധാത്മാവിന് മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനമാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴുഹൃദയത്തോടു കൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെ അങ്ങയുടെ കൂടുതൽ മഹത്വത്തിനു വേണ്ടി ചെയ്യുന്നതിന് കൃപ ചെയ്തു തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഓൾഗ ഫെർണാണ്ടസിന് ജന്മദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം ധാരാളമായിട്ട് അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ തൻ്റെ ഭൂതകാലത്ത് താൻ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ സ്മരിക്കുകയും പിന്നീട് എപ്രകാരം യഹൂദരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ ക്രൈസ്തവരെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പീഡിപ്പിച്ചിരുന്ന താൻ എപ്രകാരം അതിൽ നിന്നും മാറി ക്രിസ്തുവിൻ്റെ വാക്താവായി തീർന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ വായന അവസാനിക്കുന്നത് എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ള വചനത്തിലൂടെയാണ്. പൗലോസ് ശ്ലീഹായെ പ്രതി ക്രൈസ്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? പൗലോസ് ശ്ലീഹായിൽ വന്ന മാനസാന്തരമാണ്. മാനസാന്തരത്തിന് കാരണമായത് ആരാണ്? ദൈവമാണ് കാരണമായത്. അല്ലെങ്കിൽ ദൈവമാണ് ഇടപെട്ട് മാനസാന്തരത്തിലേക്ക് പൗലോസ് ശ്ലീഹായെ നയിച്ചത്. ദൈവം ഇടപെട്ടപ്പോൾ ആ ഇടപെടലിനോട് സഹകരിച്ചുകൊണ്ട് സാവൂളായിരുന്ന സാവൂൾ മാറി പൗലോസ് ആയിത്തീരുകയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഭൂതകാലമുണ്ട്. ഒരുപക്ഷെ ക്രിസ്തുവിനെ സഭയെ പീഡിപ്പിച്ച നമ്മുടെ തെറ്റുകളിലൂടെ കുറവുകളിലൂടെ ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ച അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം, ചെറുതും വലുതുമായിട്ട്. അതെല്ലാം ഓർത്തുകൊണ്ട് അതിന് മാപ്പപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ദൈവകൃപയോടെ എപ്പോഴും ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടുമൊപ്പമായിരിക്കുന്നതിനും നന്മ ചെയ്തുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനുമുള്ള കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഈ ദിവ്യബലി നമുക്ക് കാണാം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ഈ ദിവ്യബലിക്ക് നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ കൃപാതിരേകത്താൽ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ യോഗ്യതകൾക്കും അഭിലാഷങ്ങൾക്കും അങ്ങ് അതീതനാണല്ലോ. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ മനസാക്ഷി ഭയപ്പെടുന്നവ അങ്ങ് അവഗണിക്കുകയും യാചിക്കാൻ പോലും ധൈര്യപ്പെടാത്തവ നൽകുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എന്നേക്കുമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സഹോദരൻ, മുമ്പ് യഹൂദമതത്തിൽ ആയിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരായ അനേകരേക്കാൾ മതകാര്യങ്ങളിൽ ഞാൻ മുൻപന്തിയിലായിരുന്നു. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിൽ അത്യധികം തീക്ഷ്ണമതിയുമായിരുന്നു. എന്നാൽ ഞാൻ മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. അത് അവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാൻ ഒരു മനുഷ്യൻ്റെ ഉപദേശം തേടാൻ നിന്നില്ല. എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരെ കാണാൻ ഞാൻ ജെറൂസലേമിലേക്ക് പോയതുമില്ല. മറിച്ച് ഞാൻ അറേബ്യയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 3 വർഷത്തിന് ശേഷം കേപ്പായെ കാണാൻ ഞാൻ ജെറൂസലേമിലേക്ക് പോയി. അവനോടൊത്ത് 15 ദിവസം താമസിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ മറ്റാരെയും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾക്കെഴുതുന്ന ഇക്കാര്യങ്ങൾ വ്യാജമല്ല എന്നതിന് ദൈവം സാക്ഷി. തുടർന്ന് ഞാൻ സിറിയ, കിലീക്കിയ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. യൂദയായിലുള്ള ക്രിസ്തുവിൻ്റെ സഭകൾ അപ്പോൾ എന്നെ നേരിട്ട് അറിഞ്ഞിരുന്നില്ല. ഒരിക്കൽ നമ്മെ പീഡിപ്പിച്ചിരുന്നവർ താൻ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച വിശ്വാസം ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ടിരുന്നു. എന്നെ പ്രതി അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവെ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയുന്നു. കർത്താവെ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. കർത്താവെ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. കർത്താവെ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ.
ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യാത്രാമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ മാതാന്തികത്തിൽ ഇരുന്നു. മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് ദൃഢമായി വിശ്വസിക്കുകയും അതേസമയം തന്നെ മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിചാരിക്കുകയും അങ്ങനെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മനോഭാവം സമൂഹത്തിൽ, നമ്മുടെ ഇടയിൽ, നമ്മിൽ ഓരോരുത്തരും നാം കാണുന്നതാണ്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ് ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് നാം ശ്രമിച്ചത്. സാഹചര്യം നമുക്കറിയാം. കർത്താവ് മാർത്തായുടെയും മേരിയുടെയും വീട്ടിൽ പ്രവേശിക്കുന്നു. അവിടെ ചെന്നപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കർത്താവിനെ ശ്രമിക്കുകയും വേണം, കർത്താവിന് ശുശ്രൂഷ ചെയ്യുകയും വേണം. രണ്ടും അത്യാവശ്യ കാര്യങ്ങളാണ്. മാർത്ത കർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു വരുന്നപ്പോൾ മേരി, സഹോദരിയായിരുന്ന മേരി, കർത്താവിനെ ശ്രമിക്കുന്നതിൽ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നതിൽ അത്യധികം താല്പര്യം കാണിച്ചിരുന്നു. രണ്ടും ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരാൾ ഒന്ന് സ്വീകരിച്ചു, മറ്റേയാൾ മറ്റൊന്ന് സ്വീകരിച്ചു. പക്ഷെ എവിടെയാണ് ആ തെറ്റ് പറ്റിയത്? മാർത്തായുടെ വിചാരം എന്താണ്? താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നുള്ളതാണ്. മാർത്ത വിചാരിക്കുന്നത്, യേശു എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ യേശുവിനെ ശുശ്രൂഷിക്കേണ്ടത്, ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. എൻ്റെ സഹോദരി അതിനു വേണ്ടിയിട്ട് എന്നെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അവൾ അതൊന്നും ഇല്ലാതെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അവിടെ ഇരിക്കുകയാണ്. അതാണ് മാർത്തയ്ക്ക് പറ്റിയ തെറ്റ്. മാർത്ത ചെയ്തതിലുള്ള തെറ്റല്ല, ആ ഒരു ചിന്ത അല്ലെങ്കിൽ അത്. അതുകൊണ്ട് തന്നെ മാർത്ത വ്യഗ്രതയായിരുന്നു. കാരണം മാർത്ത ഒരുപക്ഷെ പല ആംഗ്യഭാഷയിലൊക്കെ അത് പ്രകടിപ്പിക്കാൻ നോക്കി. അവളോട് നേരിട്ടും കർത്താവിനോട് അവളുടെ കാര്യത്തിൽ, കർത്താവ് അതേക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മാർത്ത കർത്താവിനെ സമീപിച്ച് പറയുന്നത്, എന്നെ ശുശ്രൂഷിക്കാനായിട്ട്, നിന്നെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എനിക്ക് വേണ്ടി മാത്രമാക്കിയിട്ട് എൻ്റെ സഹോദരി അതിലൊന്നും ഒരു ശ്രദ്ധ ചെലുത്താതെ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ? അവളെ വിളിച്ച് ശകാരിച്ച് എന്നെ സഹായിക്കാനായിട്ട് പറഞ്ഞാലും എന്നുള്ളതായിരുന്നു മാർത്തായുടെ ആവശ്യം. കർത്താവ് അതിനോട് എപ്രകാരമാണ് പ്രതികരിച്ചത്? കർത്താവ് പ്രതികരിച്ച ഒരു പക്ഷേ അതിൽ നിന്ന് നമുക്ക് തോന്നിയേക്കാം ശുശ്രൂഷയൊന്നും വലിയ പ്രാധാന്യമില്ല, ശ്രമിക്കേണ്ടതാണ് പ്രാധാന്യമെന്ന്. എനിക്ക് തോന്നുന്നത് അതല്ല. അവിടെ കർത്താവ് പറയുന്നത്, മാർത്ത, നീ പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതയാണ്. നിന്റെ വ്യഗ്രത എന്താണ്? നീ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല, നിന്റെ വ്യഗ്രതയിലൊരു പ്രധാന വ്യഗ്രത നിന്റെ സഹോദരി നിന്നെ സഹായിക്കുന്നില്ല. അതിനേക്കാൾ വലിയ വ്യഗ്രത, സഹോദരി ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്നുള്ള നിന്റെ ചിന്തയാണ് നിന്റെ ഉത്കണ്ഠയ്ക്കും വ്യഗ്രതയ്ക്കും കാരണം. ആ ഒരു മനോഭാവത്തെയാണ് കർത്താവ് ചെയ്യുന്നത്. ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നില്ല, ശ്രമിക്കുന്നതിനെയും ചോദ്യം ചെയ്യുന്നില്ല, ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ മാർത്തായുടെ മനോഭാവം ശുശ്രൂഷ അല്ലെങ്കിൽ താൻ ചെയ്യുന്നത് മാത്രമാണ് നല്ലതായിട്ടുള്ളതും ശരിയായിട്ടുള്ളതും ഉചിതമായിട്ടും എന്നുള്ളതും, തൻ്റെ സഹോദരി ചെയ്യുന്നത് തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ള വിചാരത്തോടു കൂടിയുള്ള സ്വയം ന്യായീകരണത്തെയാണ് കർത്താവ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചെയ്യാറുള്ള കാര്യമാണ്, ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണ്. മാർത്ത ചിന്തിക്കുമ്പോൾ ചെയ്യുന്നത് ശരി തന്നെയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അത് മാത്രമാണെന്ന് ശരിയെന്ന് പറയുമ്പോൾ സ്വയം ന്യായീകരിക്കുന്നു, മറ്റുള്ളവരിൽ തെറ്റ് കണ്ടെത്തുവാനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ചെയ്യുന്ന മാർഗങ്ങൾ ശരിയല്ല എന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ഭവനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കാര്യം എടുത്തു പറയാം. ഭാര്യ ഒരു പക്ഷേ വളരെ ഭക്തയാണ്. ഭാര്യ ദിവസവും പള്ളിയിൽ പോകും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉണ്ടാകും, കുമ്പസാരിക്കുന്നതൊക്കെ ചെയ്യും. അവളുടെ സ്ഥിരം കംപ്ലൈൻറ്റ് എന്തായിരിക്കും? ഭർത്താവ് ഇതൊന്നും ചെയ്യുന്നില്ല, പള്ളി പോകുന്നില്ല, കുമ്പസാരിക്കാൻ പറഞ്ഞാൽ പോകില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ നേരമാകുമ്പോൾ വേറെ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. ഒരു പക്ഷേ ഭർത്താവ് പറയുന്നത് എന്തായിരിക്കും? നീ എന്തിനാണ് ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്ന, വല്ല ഗുണമുണ്ടോ?
നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം, നീ എന്തെങ്കിലും ഒരു നല്ല വാക്ക് എന്നെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നല്ല. അതാണ് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടാം. ആരാ തെറ്റ് ആരാ ശരി നമുക്ക് പറയാറായിട്ടില്ല. നമ്മളതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറായിട്ടില്ല, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ജഡ്ജ് ചെയ്യാറായിട്ടില്ല. രണ്ടുപേർ നോക്കുമ്പോൾ അവരുടെ ഭാഗം ശരി തന്നെയാണ്. അപ്പോൾ സ്വയം ന്യായീകരിക്കുന്നതിനപ്പുറത്ത് ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കാം, മറ്റു വ്യക്തി ചെയ്യുന്നതും ശരിയായിരിക്കാം, തെറ്റല്ലെങ്കിൽ ശരിയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നുള്ള ഒരു തുറന്ന മനോഭാവമുള്ളപ്പോൾ ഈ വ്യഗ്രത ഇല്ലാതെയായിത്തീരും. മാർത്തായ്ക്കുണ്ടായ ബുദ്ധിമുട്ട് വ്യഗ്രതയാണ്. വ്യഗ്രത അല്ലെങ്കിൽ ഉത്കണ്ഠ, ഞാൻ സഹോദരി തെറ്റാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഉത്കണ്ഠ, അതുണ്ടായതുകൊണ്ട് കാര്യമായില്ല. കാരണം വ്യഗ്രതയും ഉത്കണ്ഠയും ഉള്ളപ്പോൾ ചെയ്യുന്ന കാര്യം എത്ര നല്ല രീതിയിൽ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ പോലും അതിൽ മനസ്സുറച്ച് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ആ ഒരു ഗുണത്തിനായിട്ട്, ആ ഒരു അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മിൽ നന്മ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ഞാൻ ചെയ്യുന്ന മാർഗവും ഞാൻ ചെയ്യുന്ന കാര്യവും നല്ലതാണെന്ന് ഞാൻ കാണുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരും ചെയ്യുന്നതിൽ നന്മയുണ്ടാകാം, അത് മറ്റൊരു വഴിയാണ്, അതും നന്മയുണ്ടാകാം എന്നുള്ള ചിന്തയും, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വ്യഗ്രതയും ഉത്കണ്ഠയും മാറിക്കിട്ടുവാനായിട്ട്, അല്ല മാറ്റിയെടുക്കുന്ന ഒരു ജീവിതമായി തീരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരുണയിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ കൽപ്പനകളാൽ സ്ഥാപിതമായിരിക്കുന്ന ബലികൾ സ്വീകരിക്കുകയും കർത്തവ്യനിഷ്ഠമായ ശുശ്രൂഷയുടെ ധർമ്മത്തോടെ ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ദിവ്യ രഹസ്യങ്ങളാൽ അങ്ങേ പരിത്രാണത്തിൻ്റെ വിശുദ്ധീകരണം കാരുണ്യപൂർവ്വം ഞങ്ങളിൽ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുക എന്നത് അങ്ങേ ദാനം തന്നെയാണ്. ഞങ്ങളുടെ സ്തുതിഗീതകൾ അങ്ങേ മഹിമയെ വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾക്ക് അവ രക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. സൈന്യങ്ങൾ
കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണമുയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെന്ന് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തായോടും വൈദികണത്തോടുമൊത്ത് അങ്ങ് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ജോണി, തോമസ്, ഡേവിഡ്, കീരമ്പിള്ളി ജോസഫ്, ലില്ലി ജോസഫ് കീരമ്പിള്ളി, വിൻസെൻ്റ് അവേര, ബേബി എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തോട് സദൃശമായി അവിടത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളെ സമാധാനം കനിമാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും ആപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുവാനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു.
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് തന്നെ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇല്ലയോ അങ്ങേ സഭയുടെ വിശ്വാസ തൃക്കന്മാർക്ക് അങ്ങേ തിരുവളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും
എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വീകരിച്ച കൂദാശയാൽ ഉന്മേഷഭരിതരും പരിപോഷിതരാകുവാനും അത് സ്വീകരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അതുവഴി രൂപാന്തരപ്പെടാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.